ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 29ാമത്തെ പാഠമാണ്. ഏകദേശം എല്ലാം കഴിയാറായി. ഈ പാഠങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. കൺട്രോളിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ്. നമുക്കറിയാം ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ടെലിഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഗസ്റ്റുകളുടെ ഫോണൊക്കെ എങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം പഠിച്ചു. അപ്പോൾ ഇതിനകത്തൊരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് മാത്രമേ പഠിക്കാനുള്ളൂ. How can callers keep the telephone lines needlessly engaged? Often callers tend to chat, talk irrelevantly and keep the telephone lines needlessly engaged. നമ്മൾ ഒരു കോൾ വരുമ്പോൾ എങ്ങനെയാണ് ആ കോളിനെ എടുക്കേണ്ടതെന്നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കുക, അപ്പുറത്തുള്ള ആൾ പറയുന്ന കേൾക്കുവാൻ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. It is important to know what you want and how to say it briefly and directly without giving offense. നമ്മൾ കോൾ വരുമ്പോൾ ഏറ്റവും വ്യക്തമായ രീതിയിൽ അപ്പുറത്ത് വിളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. What are the common problems one faces while communicating through phone? ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരാൾ നേരിടുന്നത്? While communicating through phone, sometimes there are disturbing sounds and noise in the background that do not allow one to hear the message. Also, sometimes we are unable to understand what the caller wants to convey us. In that situation, we must request the caller to repeat his message again and also repeat the same if any mistake is found. It must be at once corrected. അതായത് ഒരു കോൾ വിളിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സംടൈംസ് വി ആർ അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കോളർ വാണ്ട് ടു കൺവേസ്. അതായത് ചില സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ എന്താണ് അപ്പുറത്തുള്ള ആൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് പറയാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കാറില്ല. ഇൻ ദാറ്റ് സിറ്റുവേഷൻ വി മസ്റ്റ് റിക്വസ്റ്റ് ദ കോളർ ടു റിപ്പീറ്റ് ഹിസ് മെസ്സേജ്. അതായത് നമുക്ക് കേൾക്കാതെ വരികയോ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുകയോ ഒക്കെ ആയിപ്പോയെങ്കിൽ ആ വിളിച്ച വ്യക്തിയോട് നമ്മൾ പൊളൈറ്റായിട്ട് രീതിയിൽ ഒന്നുകൂടി ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാമോ എന്ന് നമ്മൾ പ്ലീസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അപേക്ഷിച്ച് നോക്കണം. What are the solutions of disturbances which occur while communicating through the phone? Receptionist at a reservation and cancellation counters, newspaper office, hospital, etc. often need exact details on several heads to note down all the while attending other tasks. So, to keep control over the conversation, one must do the following: ask the other person to repeat the fact, ask the other person to slow down, ask the other person to spell his or her name, or place names in address, ask the information in record order, make a checklist of points before making call. അപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ റിസപ്ഷനിസ്റ്റിൻ്റെ എങ്ങനെയാണ് ഒരു കോൾ വരുമ്പോൾ കോളിനെ എടുക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. ഇപ്പോൾ അപ്പുറത്ത് വിളിക്കുന്ന കസ്റ്റമർ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു മെസ്സേജ് പോലെ എഴുതി വെക്കുകയും അത് അതോറിറ്റീനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ ടെലിഫോൺ നമ്മൾ ഔട്ട് ഗോയിങ് കോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകമിങ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്